കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 9 യൂണിറ്റ് 3 രണ്ടാമത്തെ ഭാഗമായ ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് ദ ഡബ്ബാവാലാസ് എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. വെൽക്കം ടു മൈ ചാനൽ, യുവർ ക്ലാസ് റൂം അറ്റ് 2310. ലെറ്റ്സ് റീഡ്. Sea fever conveys a sailor's irresistible longing for a life of adventure. നമ്മൾ ഇതിനു മുന്നേ വായിച്ച് മനസ്സിലാക്കിയ സീ ഫീവർ എന്ന പദ്യത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒരു നാവികൻ്റെ സാഹസിക ജീവിതത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് an adventure of a different kind. The challenging task of delivering food every day to almost 2 lakh people in the heart of a bustling megalopolis. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു അഡ്വഞ്ചർ, സാഹസികതയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അതെന്താണത്? ചാലഞ്ചിങ് ടാസ്ക് ഓഫ് ഡെലിവറിങ് ഫുഡ്, അതായത് ഫുഡ് ഡെലിവറി ചെയ്യുക. ദിവസവും എത്ര ആൾക്ക്? 2 ലക്ഷം ആൾക്കാർക്ക് ഫുഡ് ഡെയിലി ഡെലിവറി ചെയ്യണം. അത് എവിടെയാണ് സംഭവിക്കുന്നത്? ഇൻ ദ ഹാർട്ട് ഓഫ് എ ബസ്ലിംഗ് മെഗലാപോളിസ്. ബസ്ലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ തിരക്കേറിയ, മെഗലാപോളിസ് എന്ന് പറഞ്ഞാൽ അനേക ജനങ്ങൾ തിങ്ങി താമസിച്ച് ജോലി ചെയ്യുന്ന നഗരത്തിനെയാണ് ഈ മെഗലാപോളിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ദിവസവും 2 ലക്ഷം ആൾക്കാർക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു ചാലഞ്ചിങ് ടാസ്ക്, ഒരു വളരെ വെല്ലുവിളി നിറഞ്ഞ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. ഓൺലി മെട്രിക്കുലസ് പ്ലാനിംഗ് ആൻഡ് ഓപ്പറേഷണൽ പ്രിസിഷൻ കുഡ് ഹാവ് മെയ്ഡ് ദിസ് പോസിബിൾ. വളരെ സൂക്ഷ്മമായ ആസൂത്രണം, അതാണ് മെട്രിക്കുലസ് പ്ലാനിംഗ്. പിന്നെ വളരെ കൃത്യതയോടുള്ള പ്രവർത്തനം, അതാണ് ഓപ്പറേഷണൽ പ്രിസിഷൻ. ഈ 2 കാര്യവും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുകളിൽ വായിച്ച ആ 2 ലക്ഷം ജനങ്ങൾക്ക് ദിവസവും തെറ്റില്ലാതെ, ഒരു മുടക്കമില്ലാതെ ഭക്ഷണം എത്തിക്കാൻ പറ്റുള്ളൂ. ദിസ് ഈസ് ദ യൂണീക്ക് ആൻഡ് എൻഡ്യൂറിംഗ് സാഗ ഓഫ് ദ ഡബ്ബാവാലാസ്, ദ ലഞ്ച് ബോക്സ് കാരിയേഴ്സ് ഓഫ് മുംബൈ. ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് അല്ലെങ്കിൽ ദ ഡബ്ബാവാലാസ് എന്ന് പറയും. ഇത് എഴുതിയത് ഹ്യൂ ആൻഡ് കൊളീൻ ഗാൻസർ, ഈ ദമ്പതികളാണ് ഇത് എഴുതിയത്. ദേ ആർ യുണീക്ക് ടു മുംബൈ. മുംബൈ നഗരത്തിന് മാത്രം തനതായ ഉള്ള ഒരു കാര്യമാണ് ഈ ഡബ്ബാവാലാസ്. നോ അതർ സിറ്റി ഇൻ ദ വേൾഡ് ഹാസ് ദം. ഈ ലോകത്തിൽ മറ്റൊരു നഗരത്തിലും ഇവരെ പോലുള്ള ആൾക്കാർ ഇല്ല. എന്താണ് ഇതിൻ്റെ കാരണം? നോ അതർ സിറ്റി ഹാസ് ദ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ബൂമിംഗ് ബസ്ലിംഗ്. മറ്റ് നഗരത്തിൽ ഒന്നും ഇതുപോലെയുള്ളൊരു പ്രത്യേക സ്വഭാവമില്ല. അതുപോലെ ബൂമിംഗ് ബസ്ലിംഗ്, വളരെ പെട്ടെന്ന് വളരുന്ന ഒരു തിരക്കുള്ള ഒരു സ്ഥലമാണ്. അനേക ആൾക്കാർ പെട്ടെന്ന് വന്ന് സെറ്റിൽ ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബോംബെ നഗരം. ബിഗ് ആപ്പിൾ ഓഫ് ഇന്ത്യ. എന്തുകൊണ്ടാണ് മുംബൈനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്? അതിനു മുന്നേ നമ്മളൊരു കാര്യം അറിയണം. ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക് സിറ്റിനെയാണ്. ആ ന്യൂയോർക്ക് സിറ്റിന് എന്തുകൊണ്ടാണ് ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്? അതിലെ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, തിരക്കേറിയ ജീവിതം, പിന്നെ വളരെയധികം ജോലി സാധ്യതയുള്ളൊരു നഗരമാണ്, പിന്നെ സാമ്പത്തികമായ പ്രാധാന്യം, അങ്ങനെ വളരെ നല്ല കാര്യങ്ങളും വളരെ തിരക്കേറിയ ജീവിതമൊക്കെയുള്ള ഒരു വളരെയധികം ജനങ്ങൾ താമസിച്ച് ജോലി ചെയ്യുന്നൊക്കെ ഒരു സ്ഥലമാണ് ഈ ന്യൂയോർക്ക് സിറ്റി. ഇതേപോലത്തെ ഒരു അവസ്ഥയാണ് മുംബൈക്ക് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ബിഗ് ആപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് മുംബൈനെ വിശേഷിപ്പിക്കുന്നത്. ഫോർ വൺ തിങ്, സ്കൈ റോക്കറ്റിംഗ് ലാൻഡ് പ്രൈസസ് make it virtually impossible for the average employee to live near their place of work anywhere in Mumbai. Skyrocketing land prices, ഭൂമി വില ഭയങ്കരമായിട്ട് കുതിച്ചുയരുന്നൊരു സ്ഥലമാണ്. ഫ്ലാറ്റ് വാടക ആണെങ്കിൽ താങ്ങാൻ പറ്റില്ല. ഈ ഒരു കാരണം കൊണ്ട് സാധാരണ ആവറേജ് എംപ്ലോയി, ഈ ആവറേജ് എംപ്ലോയീസിന് മുംബൈ സിറ്റിയിൽ താമസിക്കാൻ പറ്റില്ല. അവർ ജോലി ചെയ്യുന്നത് മുംബൈ സിറ്റിയിലാണെങ്കിലും ആ ജോലി ചെയ്യുന്ന തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും ഇവർക്ക് താമസിക്കാൻ പറ്റില്ല. അത് വെർച്വലി ഇമ്പോസിബിൾ, അതായത് പ്രാവർത്തികമല്ല എന്നർത്ഥം. മോർ ഓവർ, മുംബൈ ഈസ് എ ഗ്രേറ്റ് മാഗ്നറ്റ്. ഒരു കാന്തം പോലെയാണ് മുംബൈ സിറ്റി. ഇറ്റ് ഡ്രോസ് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുകയാണ്. ഈച്ച് വിത്ത് ദെയർ ഓൺ ഡയറ്ററി ഫോയിബിൾസ് ആൻഡ് ടാബൂസ്. അതായത് ഓരോരുത്തർക്കും അവരുടേതായ ഭക്ഷണ രീതികളുണ്ട്. പിന്നെ ചിലർക്ക് ചില ഭക്ഷണം ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല, ഇഷ്ടാനിഷ്ടങ്ങൾ, അതിനാണ് ടാബൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ഡയറ്ററി ഫോയിബിൾസ് എന്ന് പറഞ്ഞാൽ അവരവരുടേതായ ഡയറ്റ്, ആ ഒരു ഭക്ഷണ രീതികൾ. ബിസൈഡ്സ്, ആസ് ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ മുംബൈ സോഡ്, it became increasingly difficult to get one's meal from downtown eateries. Cost of living in Mumbai soared എന്ന് പറഞ്ഞാൽ മുംബൈ നഗരത്തിൽ ജീവിക്കാനുള്ള ചെലവ് വളരെ ഏറെയാണ്. പിന്നെ ഡൗൺ ടൗൺ ഈറ്ററീസ് എന്ന് പറയുന്നത് ഭക്ഷണശാലകൾ, സാധാരണ ഹോട്ടലുകൾ, അവിടെ നിന്നൊക്കെ ഭക്ഷണം വാങ്ങിക്കഴിക്കുക എന്ന് പറഞ്ഞാൽ അതും വളരെ ഏറെ ചെലവേറിയതാണ്.
And since we Indians have not yet taken to sandwiches, salads, and cold cuts, or even cold food in general, the great army of Mumbai's workers are left with just two options. പൊതുവേ നമ്മൾ ഇന്ത്യക്കാർ നമുക്ക് ഈ സാൻഡ്വിച്ചസിനോടും സാലഡ്സിനോടും തണുത്ത ഭക്ഷണത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഈ മുംബൈയിൽ ജോലി ചെയ്യുന്ന സാധാരണ ആൾക്കാർക്ക് രണ്ട് കാര്യങ്ങൾ ആണ് തീരുമാനം എടുക്കാനുള്ളത്. ആ രണ്ട് കാര്യങ്ങൾ എന്താ നമുക്ക് താഴോട്ട് നോക്കാം. Starve all through the working day or dream of having someone deliver your hot home cooked meal to your office. ഇവിടെ സ്റ്റാവ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. സ്റ്റാവ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ദിവസം മുഴുവനും പട്ടിണി കിടക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ചൂടോടെയുള്ള ആ ഭക്ഷണം നിങ്ങളുടെ ഓഫീസിൽ ആരെങ്കിലും വന്ന് കൊണ്ട് തരിക. ഇതൊരു സ്വപ്നമാണ്, ഡ്രീം ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യമേ നമുക്ക് ഉള്ളൂ ഓപ്ഷൻസ്. അപ്പം ഇവിടെ പറയുന്നു ആൻ ഇമ്പോസിബിൾ ഡ്രീം. അപ്പോൾ ഇതൊരു സാധ്യമാകാത്ത സ്വപ്നമാണ് ഇത് രണ്ടും. ബട്ട് ദെൻ, പക്ഷേ മുംബൈ ഈസ് എ സിറ്റി വേർ മെനി ഇമ്പോസിബിൾ ഡ്രീംസ് ഹാവ് ബിക്കം റിയാലിറ്റി. പക്ഷേ മുംബൈ പോലുള്ള നഗരത്തിൽ പലവിധമായ സാധ്യമാകില്ല എന്ന് വിചാരിക്കുന്ന സ്വപ്നങ്ങൾ പോലും അത് റിയാലിറ്റിയാവും, അത് യഥാർത്ഥത്തിൽ അവിടെ സാധ്യമാകും. അങ്ങനത്തെ ഒരു സിറ്റിയാണ് ഈ മുംബൈ. ആൻഡ് ദിസ് വൺ ഡിഡ്. പക്ഷേ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത് ഒരു കാര്യം സാധ്യമായി. എൻറ്റർ ദ ഡബ്ബാവാലാസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഈ ഡബ്ബാവാലാസ് വരുന്നത്. ആസ് ഫോമർ മുംബൈക്കാർസ് we had seen these food couriers hustle on boards or commuter trains, rush off at terminuses and trot through crowded roads carrying coffin-sized skaters laden with lunches. ഫുഡ് കൊറിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊണ്ടുപോകുന്ന ആൾക്കാർ, അതാണ് ഡബ്ബാവാലാസ്. ഹസ്റ്റിൽ ഓൺ ബോർഡ് ഓൺ ആർ കമ്മ്യൂട്ടർ ട്രെയിൻസ്, അതായത് ഹസ്റ്റിൽ എന്ന് പറഞ്ഞാൽ തിരക്കുള്ള ട്രെയിനുകളിൽ ഓടിക്കയറുക. റഷ് ഓഫ് അറ്റ് ടെർമിനസസ്, അതായത് ഇറങ്ങേണ്ട സ്ഥലത്ത് ചാടി ഇറങ്ങുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങുക. ടോട്ട് ത്രൂ ക്രൗഡഡ് റോഡ്സ്, തിരക്ക് പിടിച്ച റോഡുകളിൽ കൂടെ വളരെ എളുപ്പമായിട്ട് കടന്ന് പോവുക. ക്യാരിയിങ് കോഫിൻ സൈസ്ഡ് ക്രേറ്റേഴ്സ്, അതായത് കോഫിൻ സൈസ്ഡ് എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടിക്ക് ഏകദേശം 6 അടി നീളമാണ്. അപ്പോൾ സുമാർ 6 അടി നീളമുള്ള പ്രത്യേക കാരിയേഴ്സ്, പെട്ടികൾ. ലാഡൻ വിത്ത് ലഞ്ചസ് എന്ന് പറഞ്ഞാൽ ലഞ്ച് ബോക്സസ് നിറച്ചിട്ട്. അപ്പോൾ ഈ ഡബ്ബവാല ആൾക്കാർ ഈ ചോറ്റുപാത്രങ്ങളൊക്കെ നിറച്ചിട്ട് 6 അടി ഏകദേശം നീളമുള്ള പെട്ടിയിൽ അതൊക്കെ എടുത്ത് ഈ തിരക്ക് പിടിച്ച റോഡ് കൂടെയൊക്കെ ഓടി നീങ്ങി, പിന്നെ തിരക്ക് പിടിച്ച് ട്രെയിനിൽ കയറിയും, പിന്നെ നല്ല റഷുള്ള സമയത്തൊക്കെ അവിടുന്ന് ഇറങ്ങേണ്ട സ്ഥലത്ത് ചാടി ഇറങ്ങിയും, ഇങ്ങനെയൊക്കെ ഈ ഫുഡ് കൊടുക്കുന്നതൊക്കെ ഞങ്ങൾ പഴയ ബോംബെക്കാർ എന്ന നിലക്ക് വി ഹാഡ് സീൻ ദിസ്, ഞങ്ങൾ കണ്ടതാണ്. ദേ വേർ ആസ് മച്ച് എ പാർട്ട് ഓഫ് ദ മുംബൈ സീൻ ആസ് ദ ബ്ലാക്ക് ക്യാബ്സ് വിത്ത് യെല്ലോ ടോപ്സ്. ഈ ബോംബെ സീൻ എന്ന് പറയുന്നത്, ബോംബെ തെരുവിൻ്റെ സീൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ക്യാബ്സ് വിത്ത് യെല്ലോ ടോപ്സ്, അതായത് അവിടുത്തെ ടാക്സികളാണ്. കറുപ്പ് കാറും മുകളിൽ യെല്ലോ കളർ അടിച്ചിട്ടുള്ള കറുപ്പ് ടാക്സികളാണ് അതിൻ്റെ റോഡ് നിറയെ. അപ്പോൾ ബോംബെ സീൻ എന്ന് പറഞ്ഞാൽ തന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തികളാണ് ഈ ഡബ്ബാവാലാസ്. നമ്മൾ രാവിലെ സമയങ്ങളും വൈകുന്നേര സമയങ്ങളൊക്കെ നോക്കിയാൽ ഇവർ ഈ ടിഫിൻ ബോക്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത് ആസ് മച്ച് എ പാർട്ട് ഓഫ് മുംബൈ സീൻ. ഇവർ അത്രയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ബോംബെ ടൗണിലൊക്കെ, സിറ്റിയിലൊക്കെ. In the year 1890, an old Parsi lady in the suburb of Dadar spoke to Mahadu Ivaji Bacha. ദാദർ എന്ന സ്ഥലത്തിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലം, അതാണ് സബർബ് ഓഫ് ദാദർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന പ്രായമായ പാഴ്സി സ്ത്രീ 1890 മഹദു ഇവാജി ബച്ച എന്നൊരു വ്യക്തിയായിട്ട് സംസാരിച്ചു. ഷി വാണ്ടഡ് ഹിം ടു ഹെൽപ്പ് ഹെർ ടു ഗെറ്റ് എ ടിഫിൻ കാരിയർ അക്രോസ് to her husband who worked in the commercial heart of Bombay, as the city was called then. ഈ ഓൾഡ് പാഴ്സി ലേഡി, ഇവർക്ക് എന്തായിരുന്നു ആവശ്യം? ഇവർക്ക് ആവശ്യം ഇവരുടെ ഭർത്താവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എവിടെയാണ് ഇവർ ഭർത്താവ് ജോലി ചെയ്യുന്നത്? ബോംബെ, കമേഴ്ഷ്യൽ ഹാർട്ട് ഓഫ് ബോംബെയിൽ, അതായത് ബോംബെയിലെ വളരെ തിരക്കേറിയ സ്ഥലത്ത്. ഓക്കെ, ഈ ബോംബെ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മുംബൈയുടെ പഴയ പേരാണ്. ദാറ്റ് വാസ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഡബ്ബാവാലാസ്. അതായിരുന്നു ഈ ഡബ്ബാവാല പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. ഫ്രം ദോസ് ഹംബിൾ ബിഗിനിങ്സ്, ദിസ് സെൽഫ് മെയ്ഡ് ഇന്ത്യൻ ഓർഗനൈസേഷൻ ഹാസ് ഗ്രോൺ ഇൻ ടു എ ഹ്യൂജ് നെറ്റ്വർക്ക് whose incredible efficiency has won the admiration of international business schools and even of Prince Charles of England. തുടക്കത്തിൽ നിന്ന് വലിയൊരു കമ്പനിയായി മാറി, വലിയൊരു ഓർഗനൈസേഷനായി മാറിയ ഇവരുടെ ഈ
പ്രസ്ഥാനം, പടർന്ന് പന്തലിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന രീതികളൊക്കെ കണ്ടിട്ട് ലോകോത്തര ബിസിനസ് സ്കൂളുകളും അന്നത്തെ ഇംഗ്ലണ്ടിൻ്റെ രാജാവ് പ്രിൻസ് ചാൾസ് പോലും ഇവരെ അഭിനന്ദിച്ചു. ഓൺ എ ഹ്യൂമിഡ് ഡേ ഇൻ മാർച്ച് മാസത്തിൽ ഒരു മൂടിക്കെട്ടിയ ദിവസം, ഓക്കെ, അന്ന് to the crash of the carrier laden craters called trays being deposited on the pavements. അതായത് ഈ ട്രേ എന്ന് പറയുന്നത് ഇതാണ്, ഇയാളുടെ തലയിലിരിക്കുന്ന സാധനമാണ്. ഈ എല്ലാ ടിഫിൻ ബോക്സും വെച്ചിട്ട് ഒരു പലക പോലത്തെ സാധനം, അതാണ് ട്രേ എന്ന് പറയുന്നത്. ഇതെല്ലാം കൊണ്ട് ആ പേയ്മെൻറ്റിലൊക്കെ കൊണ്ട് വെക്കുന്ന ഒരു ശബ്ദം, ക്രാഷ് അങ്ങനെ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ദ ക്ലാങ് ഓഫ് ടിഫിൻ കാരിയേഴ്സ് ബീങ് സോർട്ടഡ് ഔട്ട് ഓഫീസ് വൈസ്, ഓരോ ഓഫീസിലേക്കും ഏതേത് ടിഫിൻ ബോക്സ് കൊടുക്കണം എന്നൊക്കെ തരംതിരിക്കുമ്പോൾ ടിഫിൻ ബോക്സുകൾ തമ്മിൽ തട്ടുന്ന ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ദ അനൗൺസ്മെൻറ്റ്സ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഏത് വണ്ടി വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്ന ഇടയിൽ വി സ്പോക്ക് ടു, ഞങ്ങൾ മുംബൈ ടിഫിൻ ബോക്സ് സപ്ലയർ അസോസിയേഷനിലെ പ്രസിഡൻറ്റുമായിട്ടും അതിലെ മറ്റ് അംഗങ്ങളുമായിട്ടും സംസാരിച്ചു. ഹൗ മെനി ഡബ്ബാവാലാസ് ആർ ദർ ടുഡേ, ഞങ്ങൾ ചോദിച്ചു ഇന്ന് എത്ര ഡബ്ബാവാലാസ് ഉണ്ട്. അവർ പറഞ്ഞു 3500 പ്ലൈയിങ് ഇൻ വെസ്റ്റേൺ റെയിൽവേ, അതായത് വെസ്റ്റേൺ റെയിൽവേൻ്റെ പരിധിയിൽ 3500 ഡബ്ബാവാലാസ് ഉണ്ട്. 1500 ഓൺ ദ സെൻട്രൽ റെയിൽവേൻ്റെ പരിധിയിൽ 1500 ഡബ്ബാവാലാസ് ഉണ്ട്. ദിസ് സ്റ്റേഷൻ ചർച്ച് ഗേറ്റ് ഈസ് ഓൺ ദ വെസ്റ്റേൺ റെയിൽവേ, ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ ചർച്ച് ഗേറ്റ് ആണ്, അത് വെസ്റ്റേൺ റെയിൽവേൻ്റെ പരിധിയിലുള്ളതാണ്. വി ഹാവ് 2 lakhs കസ്റ്റമേഴ്സ് ആൻഡ് ദേ ആർ ഗ്രോയിങ്, ഞങ്ങൾക്ക് 2 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ വീണ്ടും അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഗ്രോയിങ് റിയലി ഇൻ സ്പൈറ്റ് ഓഫ് ഫാസ്റ്റ് ഫുഡ് ഈറ്ററീസ്. ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഭക്ഷണശാലകൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഈ 2 ലക്ഷം അതിൽ കൂടുതൽ ആൾക്കാരുണ്ടോ, കസ്റ്റമേഴ്സ് ഉണ്ടോ? യു കാൺ ലിവ് ഓൺ ഫാസ്റ്റ് ഫുഡ്. അയ്യേ, നമുക്ക് ഫാസ്റ്റ് ഫുഡിലൊന്നും ജീവിക്കാൻ പറ്റില്ല, അതൊന്നും ഭക്ഷിച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. വാട്ട് ടൈം ഡു യു പിക്ക് അപ്പ് ദ ഫുഡ്, നിങ്ങൾ എത്ര മണിക്കാണ് ഈ ഭക്ഷണമൊക്കെ ശേഖരിച്ചെടുക്കുക, പിക്കപ്പ് ചെയ്യുക? ദ ഏർലിയസ്റ്റ് ഈസ് അറ്റ് 8 in the morning, രാവിലെ 8 മണിക്കാണ് ഞങ്ങൾ ഈ ശേഖരണം തുടങ്ങുക. ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെഡി വി ലീവ്, ബട്ട് വി ഗീവ് ദ കസ്റ്റമർ 1 more chance. ആ സമയത്ത് ഭക്ഷണം അവിടെ റെഡി ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവിടെ കാത്തു നിൽക്കില്ല, ഞങ്ങൾ പോകും, പക്ഷേ ഒരു ചാൻസും കൂടെ കസ്റ്റമർക്ക് കൊടുക്കും. ദ നെക്സ്റ്റ് ടൈം ഇറ്റ് ഈസ് ഡിലേഡ് വി റിമൂവ് ദം ഫ്രം our ലിസ്റ്റ്. വീണ്ടും അവർ ഇങ്ങനെ ഡിലേ താമസിക്കുകയാണെങ്കിൽ നമ്മൾ ആ കസ്റ്റമറിനെ നമ്മളുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. വി ഡെലിവർ ടു ദ ഓഫീസ് ബൈ 1 PM ഷാർപ്പ് ഓർ എർലിയർ. 1 മണിക്കോ അല്ല അതിന് കുറച്ച് മുമ്പോ ആയിട്ട് നമ്മൾ ഓഫീസുകളിൽ ഈ ടിഫിൻ കാരികൾ എത്തിക്കും. വി കളക്ട് ബൈ 2 PM, 2 മണിയാകുമ്പോഴേക്കും ആ കാലി ടിഫിൻ ബോക്സ് തിരിച്ചു വാങ്ങും. ഇഫ് ലേറ്റ് വി ലീവ്, അവിടെയും താമസിക്കുകയാണെങ്കിൽ ഇവർ കാത്തുക്കൽ ഇവർ പോകും. അഗെയിൻ ഓൺലി 1 more chance, അവിടെയും ഒരു ചാൻസും കൂടെ കൊടുക്കുള്ളൂ. വി ഡെലിവർ empty ടിഫിൻ ബോക്സസ് ടു ദ കസ്റ്റമേഴ്സ് ബൈ 5:30 in the evening latest. അങ്ങനെ 5:30 മണി വൈകുന്നേരം ആകുമ്പോഴേക്കും ഒഴിഞ്ഞ ടിഫിൻ ബോക്സുകൾ വീടുകളിലെത്തിക്കും. വി ചാർജ് about 500 per customer every month. ഓരോ മാസവും 500 രൂപയാണ് ഓരോ കസ്റ്റമറുടെ അടുത്ത് ഫീസായിട്ട് ഈടാക്കുന്നത്. Another member chimed in. അപ്പോൾ വേറൊരു മെമ്പർ പറഞ്ഞു, ഐ കളക്ട് ടിഫിൻ കാരിയേഴ്സ് ഫ്രം 20 flats in അന്തേരി, ദാറ്റ് സോ ഫാർ. വളരെ ദൂരെ ആയിരിക്കുന്ന അന്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 20 ഫ്ലാറ്റുകളിൽ നിന്ന് ഈ വ്യക്തി ടിഫിൻ കാരിയേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഹൗ മെനി ഫിറ്റ് ഇൻ ടു എ ട്രേ, ഒരു ട്രേയിൽ എത്ര ടിഫിൻ കാരിയർ കൊള്ളും? 40 മുതൽ 45 വരെ ടിഫിൻ കാരിയേഴ്സ് ഒരു ട്രേയിൽ കൊള്ളും. എ ലാഡൻ ട്രേ വെയ്സ് 85 to 100 kilos. ലാഡൻ ട്രേ എന്ന് പറഞ്ഞാൽ ടിഫിൻ പാത്രം കൊണ്ട് നിറച്ച ട്രേ. അപ്പം അങ്ങനെ ഒരു ട്രേ 80 മുതൽ 100 കിലോ വരെ ഭാരം ഉണ്ടാവും. ആൻഡ് ദർ ആർ 5 ചേഞ്ചിങ് പോയിന്റ്സ് വെർ വി ഓഫ് ലോഡ് ദ ട്രേസ് ഫ്രം ദ ട്രെയിൻ. അങ്ങനെ 5 പോയിന്റ്സിലായിട്ട് ഈ ട്രേ ഒക്കെ ട്രേയിൽ നിന്ന് പുറത്തിറക്കും. ചേഞ്ച് ദം ഇൻ ടു അതർ ട്രേസ്, എന്നിട്ട് അത് വേറെ ട്രേകളിലേക്കൊക്കെ ടിഫിൻ കാരിയർ മാറ്റും. ആൻഡ് ദെൻ ചേഞ്ച് ദം അഗെയിൻ, അത് പിന്നെ വീണ്ടും മാറ്റും. ഇറ്റ് ഹാസ് ഓൾ ടു ബി ഡൺ വെരി ഫാസ്റ്റ്, വെരി ആക്യുറേറ്റ്ലി. ഈ കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ, വളരെ പെട്ടെന്ന് ചെയ്യണം, വളരെ കൃത്യതയോടുകൂടെ ചെയ്യണം. ഹൗ ഡു യു നോ വിച്ച് ടിഫിൻ കാരിയേഴ്സ് ഗോസ് ഇൻ ടു വിച്ച് ട്രേ? ഏത് ട്രേയിലേക്ക് ഏത് ടിഫിൻ കാരിയർ വെക്കണം എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വി ഹാവ് ആൽഫ ന്യൂമറിക്കൽ മാർക്കിങ്സ് ഓൺ എവറി ടിഫിൻ കാരിയേഴ്സ്. ഓരോ ടിഫിൻ കാരിയറിൻ്റെ മേലെയും ആൽഫ ന്യൂമറിക്കൽ, അതായത് ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സും നമ്പേഴ്സും കലർന്നിട്ടുള്ള മാർക്കിങ്സ് ഉണ്ടാവും. ഇതെന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ഇൻഡിക്കേറ്റിംഗ് ദ ലൊക്കേഷൻ ഓഫ് ദ ഫ്ലാറ്റ്, എവിടെ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്. ദ ചേഞ്ചിങ് പോയിന്റ്, എവിടെ വെച്ച് ഇതിനെ ചേഞ്ച് ചെയ്യണം. ദ ഡെലിവറി പോയിന്റ്, ഏത് സ്ഥലത്താണ് ഇത് എത്തിക്കേണ്ടത്. ദ ഡബ്ബവാല ഇൻവോൾവ്, ആരാണ് ഇത് കൊണ്ടുപോകേണ്ടത്. ഹൂ വർക്ക്ഡ് ഔട്ട് ദിസ് സിസ്റ്റം ഫോർ യു, ആരാണ് ഈ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. വി ഡിഡ്, ഞങ്ങൾ തന്നെയാണ് ചെയ്തത്.
ക്യാൻ യുവർ MBAs ഡു ഇറ്റ്? നെവർ. നിങ്ങളിൽ MBA പഠിച്ച ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇൻ ഫാക്ട് ദേ ഹാവ് ഓഫൺ ആസ്ക്ഡ് us ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദം. വാസ്തവത്തിൽ അവർ പലപ്പോഴായിട്ട് ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണം എന്ന്. ഈവൻ പ്രിൻസ് ചാൾസ് ഡിഡ്. ചാൾസ് രാജകുമാരൻ പോലും ഈ കാര്യം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. വി സെൻഡ് ഹിം എ പ്രസൻറ്റ് ഫോർ ഹിസ് വെഡിങ്. അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ഞങ്ങളൊരു സമ്മാനം അയച്ചിരുന്നു. ആൻഡ് വി ഹാവ് എ ലെറ്റർ ഫ്രം ഹിം ടു പ്രൂവ് ഇറ്റ്. അത് തെളിയിക്കാനായിട്ട് ഞങ്ങളടുത്ത് അദ്ദേഹം അയച്ചൊരു കത്തുണ്ട്. അവർ സിസ്റ്റം ഈസ് ഫ്ലോലെസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സിസ്റ്റം കുറ്റമറ്റതാണ്, തെറ്റില്ലാത്തതാണ്. ഹൗ ഓൾഡ് ഈസ് ദ ഓൾഡസ്റ്റ് ഡബ്ബാവാല? നിങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രായം കൂടിയ ഡബ്ബാവാല ആരാണ്? ദാറ്റ്സ് ബിക്കാജി. അദ്ദേഹത്തിൻ്റെ പേര് ബിക്കാജി എന്നാണ്. ഹീസ് 74 years old. അദ്ദേഹത്തിന് 74 വയസ്സായി. ആൻഡ് ഹീസ് ബീൻ വർക്കിംഗ് ഫോർ 50 years. 50 വർഷമായി അദ്ദേഹം ഈ ഡബ്ബാവാലയായിട്ട് ജോലി ചെയ്യുന്നു. ദ യങ്ങസ്റ്റ് ഈസ് 21. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിക്ക് 21 വയസ്സാണ്. വി വാച്ച്ഡ് ഫാസിനേറ്റഡ് ആസ് ദ ട്രേസ് അറൈവ്ഡ് and was sorted out into hand-drawn carts, cycles, and even festooned like multiple garlands around the necks and shoulders of delivery dabbawalas. ഈ ട്രേ ഒക്കെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരിതിനെ തരംതിരിക്കുന്നത് പല രീതിയിലാണ്. കുറേ ടിഫിൻ കാരിയർ കൈവണ്ടികളിലേക്ക് എടുക്കും, കുറേ സൈക്കിളിലെടുക്കും, കുറേ കഴുത്തിൽ മാലകളായിട്ട് മാലകൾ പോലെ തൂക്കിയിടും, പിന്നെ കുറേ തോളുകളിൽ തൂക്കിയിടും. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ വളരെ അത്ഭുതത്തോടെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. വി ലേൺ ദാറ്റ് ഓൾ ഡബ്ബാവാലാസ് ആർ പുട്ട് ത്രൂ റിഗറസ് ട്രെയിനിങ് ബിക്കോസ് ദേ ഹാവ് ടു ഡീൽ courteously with customers and so cannot be uncouth or drunk. മര്യാദയില്ലാതെയോ മദ്യപിച്ചോ ആകരുത്. വളരെ മാന്യമായിട്ട് കസ്റ്റമേഴ്സിനോട് പെരുമാറണം. ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇവർക്ക് വളരെ കഠിനമായ രീതിയിലുള്ള പരിശീലനമാണ് നൽകിയിട്ടുള്ളതെന്ന്. Moreover, if they forget to wear their distinguishing white caps, they are initially fined for the first offense and then removed from the association if it should happen again. ഈ ഡബ്ബാവാലസിന് ഒരു പ്രത്യേകമായ വൈറ്റ് തൊപ്പിയുണ്ട്, വെള്ള കളറിൽ തൊപ്പിയുണ്ട്. ആ തൊപ്പി നിർബന്ധമായിട്ട് ഇവർ ജോലിക്ക് വരുമ്പോൾ ധരിച്ചിരിക്കണം. അത് ഒരു പ്രാവശ്യമൊക്കെ മറന്നു പോയാൽ ഒരു ഫൈനൊക്കെ അടച്ച് നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ അത് വീണ്ടും ആവർത്തിച്ചാൽ ഈ അസോസിയേഷൻ ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ അവരെ എടുത്തു കളയും. They run a very tightly controlled, disciplined organization. ഈ ഡബ്ബാവാല ഓർഗനൈസേഷൻ സ്ഥാപനം വളരെ ടൈറ്റ്ലി കൺട്രോൾഡ്, അതായത് കർശനമായ നിയന്ത്രണം, ഡിസിപ്ലിൻഡ്, അച്ചടക്കത്തോടു കൂടിയാണ് നടക്കുന്നത്. We left the Dabbawalas to get on with their own schedules and walked across to the tea center for our own lunch. ഞങ്ങളുടെ ഊണ് കഴിക്കാനായിട്ട് ടീ സെൻറ്ററിലേക്ക് പോയി. ആ സമയം ഡബ്ബാവാലാസ് അവരുടെ ജോലി തിരക്കുമായിട്ട് നീങ്ങുകയായിരുന്നു. ഇൻ ദ ലോബി നെക്സ്റ്റ് ടു ദ ലിഫ്റ്റ് വി നോട്ടീസ്ഡ് എ ഡബ്ബ അണ്ടർ എ ട്രസൽ ടേബിൾ. ട്രസൽ ടേബിൾ അതിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. സ്വീകരണ മുറിയിൽ ലിഫ്റ്റിനടുത്തായിട്ട് ഒരു ട്രസൽ ടേബിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഒരു ഡബ്ബ വെച്ചിരിക്കുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചു. The guard told us that it belonged to someone in the Textiles Export Promotion Council on an upper floor. മുകളിലത്തെ നിലയിൽ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൽ ജോലി ചെയ്യുന്ന ആരുടെയോ ആണ് ആ ഡബ്ബ എന്ന് അവിടെ നിൽക്കുന്ന കാവൽക്കാരൻ ഞങ്ങളോട് പറഞ്ഞു. വി വെന്റ് അപ്പ് ആൻഡ് മെറ്റ് E.L. പൗലോ, ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ഓഫ് ദ കൗൺസിൽ. ഞങ്ങൾ മുകളിലേക്ക് പോയി ഈ കൗൺസിലിൻ്റെ സെക്രട്ടറിയും ഡയറക്ടറുമായ മിസ്റ്റർ E.L. പൗലോയെ കണ്ടു. ഹി ലിവ്ഡ് ഇൻ ദ സബർബ്സ് ഓൺ മീറ റോഡ്. സിറ്റി വിട്ട് ഉള്ളോട്ട് മീറ റോഡ് എന്ന സ്ഥലത്താണ് ഇദ്ദേഹം താമസിച്ചത്. ആൻഡ് ഹി ഹാഡ് ബീൻ ഡീലിംഗ് വിത്ത് ദ ഡബ്ബാവാലാസ് ഫോർ 10 years. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഡബ്ബാവാലാസ് ഇദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നുണ്ട്. ഹി ടോൾഡ് us that they pick up his tiffin carrier at 8 every morning. ദിവസം രാവിലെ 8 മണിക്ക് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഡബ്ബാവാലാസ് ഈ ടിഫിൻ ബോക്സ് എടുത്തു കൊണ്ടുപോകും. ഇൻ ഓൾ ദീസ് 10 years, he said, they have never missed. ഈ 10 വർഷമായിട്ട് ഒരിക്കൽ പോലും ഒരു തെറ്റ് അവരുടെ നിന്ന് പറ്റിയിട്ടില്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ സർവീസ്. വളരെ അതിശയകരമായ ഒരു സേവനമാണ്. വെരി റിലയബിൾ. നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സർവീസാണ്. സച്ച് എ കമന്റ് ഫ്രം എ സീനിയർ എക്സിക്യൂട്ടീവ് who has to maintain international standards is indeed a great endorsement. അന്താരാഷ്ട്ര നിലവാരമുള്ള ജോലികൾ ചെയ്യുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരു നല്ല അഭിപ്രായം ലഭിക്കുന്നത്
ഒരു വലിയ അംഗീകാരമാണ്. ദിസ് ഈസ് പെർട്ടിക്കുലർലി കമന്റബിൾ when it is applied to a network as wide-ranging and as entirely grassroots generated as Mumbai's unique Dabbawalas. മുംബൈയുടെ മാത്രം ഡബ്ബാവാലാസ്, അതും അവിടെയുള്ള സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഉടലെടുത്ത ഒരു പ്രസ്ഥാനമാണിത്. അതിൻ്റെ വളരെ വലുതും വളരെ വിപുലീകരിച്ച് നടക്കുന്ന ഈ ഒരു ശൃംഖല, നെറ്റ്വർക്ക്, അതിൻ്റെ ആ ഒരു ക്രമീകരണങ്ങളൊക്കെ പെർട്ടിക്കുലർലി കമൻഡബിൾ എന്നാണ് പറയുന്നത്, അതായത് എടുത്തു പറയത്തക്കതാണ്. ആൻഡ് ഇഫ് യു വാണ്ട് അനദർ എൻഡോഴ്സ്മെൻറ്റ് ആസ്ക് പ്രിൻസ് ചാൾസ്. ഈ ഡബ്ബാവാലകളുടെ സേവനത്തെക്കുറിച്ച് വീണ്ടും ഒരു അംഗീകാരം വേണമെങ്കിൽ നിങ്ങൾ ചാൾസ് രാജകുമാറിനോട് ചോദിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ്, ദ ഡബ്ബാവാലാസ് എന്ന ഈ ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ നന്നായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ യുവർ ക്ലാസ് റൂം at 2310.